ഹലോ ഗൈസ് മക്കളെ, എന്തൊക്കെ വർത്താനം? സുഖല്ലേ? കുറേ ദിവസമായി കുട്ടികൾ ചായ കുടിക്കാൻ പോവല്ലേ, ചായ കുടിക്കാൻ. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകാമെന്ന് പറഞ്ഞു ഞാൻ എന്നാ. അപ്പോഴാണ് സൂ കണ്ടപ്പോൾ അതിലൊന്ന് കീരിയാലോ വിചാരിച്ച്. അപ്പോൾ പിന്നെ ചെറുപ്പത്തിലാണ് ഞാൻ അങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ വലുതായല്ലോ, അപ്പോൾ ഒന്ന് പരിചയമാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയി. ഫാമിലി ടിക്കറ്റ് ആട്ടോ ഞങ്ങൾ എടുത്തത്. മമ്മിയും ഡാഡിയും പിന്നെ എൻ്റെ സിസ്റ്റേഴ്സും. അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സ് അവിടെ നിന്ന് വിശ്രമിക്കുകയാണ്. പിന്നെ ഞങ്ങൾ മ്യൂസിയത്തിലൊക്കെ പോയി, അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നത്. പിന്നെ ടിക്കറ്റ് ഫാമിലിക്ക് 17 ഉള്ളൂല്ലേ, എന്നാൽ പിന്നെ അതാണ്ട് എടുക്കാം. പിന്നെ ഞങ്ങൾ നല്ല തിരക്കായിരുന്നു അവിടെ കേട്ടോ. പിന്നെ ഞങ്ങൾ ഫാമിലി ടിക്കറ്റ് എടുത്തു. പിന്നല്ലേ അവിടെ ഇതുണ്ടായിരുന്നു, എന്താണെന്ന് വെച്ചാൽ ഒരു കുപ്പിക്ക് 10 രൂപ. അങ്ങനെ ഞങ്ങളെ ബാഗൊക്കെ വെച്ചപ്പോൾ ഞങ്ങൾ കുറേ പൈസ ഒക്കെ ഞങ്ങൾ ഏതായാലും ആയതല്ലേ അടിച്ച് ചില്ല. പിന്നെ ഇവിടെ ബോർഡ് എൻട്രൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ പോയി നോക്കാം. അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണ്, എത്ര കാട്ടുപോത്തോളം? 1 2 3 കാട്ടുപോത്തോളൊക്കെ ഉണ്ട് റബ്ബേ. എന്തായാലും രസമൊക്കെ ഉണ്ടല്ലേ. ഇപ്പച്ചേ, ഈ പോത്തോളം ബല എങ്ങനെ കൊടുന്നേ? അത് പിടിച്ചു കൊടുന്നെ, പിടിച്ചു കൊടുന്നിട്ട് കുട്ടികൾക്ക് പഠിക്കാനും കാണാനൊക്കെ കൊടുന്ന വെച്ചല്ലേ. നല്ല നല്ല മങ്കിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതാ വീണ്ടും ഉണ്ടല്ലോ കാട്ടുപോത്തോള്. അങ്ങനെ കുറേ കാട്ടുപോത്തോളും ഉണ്ട്. പിന്നെ മങ്കി, കുറേ സാധനങ്ങൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു സ്റ്റോറ്. പിന്നെ ഇതാ ഒരു ഗുഹ. പിന്നെ ഞങ്ങൾ കുറേ സിസ്റ്റർ മങ്കിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഡാഡി മങ്കിക്ക് കൈ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഡാഡി മങ്കിക്ക് ഇതാ കൈ കൊടുക്കുന്നു. പിന്നെ ഡാഡി ഇങ്ങനെ അടുത്ത മങ്കിക്കും പോയി. രണ്ട് മങ്കി ഉണ്ട്. അപ്പോൾ 2 മങ്കിക്കും ഡാഡി പോയി കൈ കൊടുത്തു പോന്നു. പിന്നെ ഇതാ കുറേ. അപ്പോൾ പിന്നെ അവിടെ വലിയൊരു മരം ഉണ്ട്, അതിൻ്റെ ഒരു ബോർഡ്. അപ്പോൾ എൻ്റെ സിസ്റ്റർ ആ മരത്തുമൊക്കെ തൊട്ടിട്ടോ. പിന്നെ അവിടെ കുറേ ഇതുണ്ട് നമ്മളെ കുട്ടികൾക്ക് പഠിക്കാൻ. പിന്നെ കുറേ ഒട്ടക പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഒട്ടക പക്ഷികൾ കുറേ നേരം നോക്കി. അവിടെ ഉണ്ട് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ. ഇപ്പം ഓലൊക്കെ പഠിക്കാൻ എങ്ങനെ എത്തിയത്? ഓലെങ്ങനെ വന്നത്? ഓലിങ്ങനെ രാജ്യം കാണാൻ ഇറങ്ങണതല്ലേ. അപ്പോൾ പിന്നെ അതാ ഇറങ്ങണ രണ്ടാൾ. ഓലൊരു ഗൈഡിനെ വെച്ചുകൊണ്ട് ഇങ്ങനെ വന്നിട്ടാണ്. ഗൈഡുകാർ ഓരോ ഒപ്പം കൂടിയിട്ട് ഇങ്ങനെ കൂടും. അങ്ങനെ അവിടെ കുറേ കണ്ടിട്ട്. പിന്നെ കുറേ ബേർഡ്സ് ഒക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. നല്ല രസമുള്ള മൂങ്ങൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ മൂങ്ങ നിങ്ങൾ കണ്ടില്ലേ, അടിപൊളി. പിന്നെ കുറേ ബേർഡ്സും പിന്നെ കുറേ പ്രത്യേകം ഞങ്ങൾ കാണാത്ത തന്നെ കുറേ ഉണ്ട്. അങ്ങനെ എൻ്റെ സിസ്റ്റർ അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അപ്പം എൻ്റെ സിസ്റ്ററും എൻ്റെ മദറും. അപ്പോൾ ഇവിടെ എന്താണ് ഇതുണ്ടാകുന്ന മങ്കി ഉണ്ട് ചോദിച്ചു. അപ്പം ഞങ്ങളെല്ലാവരും അതിങ്ങനെ നോക്കിയൊക്കെയാണ്. പിന്നെ എന്തോ ഒന്ന് കണ്ടു. പിന്നെ ഇതൊരു വീട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ മരത്തിൻ്റെ ഉള്ളിൽ ഒരു ഓട്ടോ കണ്ടിട്ടോ. ഞങ്ങൾക്ക് നെറ്റി എന്നാലും. പിന്നെ ഉണ്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു മരം. അതിൽ നമുക്ക് പഠിക്കാനുള്ള എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഈ മരത്തിൻ്റെ കൊമ്പ്. അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ അവിടെ ഇതാ കുറേ കാഴ്ചകൾ. പിന്നെ അവിടെ ഒരു മാപ്പ് ഉണ്ടായിരുന്നിട്ട് ഇങ്ങനെ ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത്, നമുക്ക് പോകേണ്ടത്. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഗുഹ ഉണ്ടോ, അതിൻ്റെ ഉള്ളിൽ കുറേ എന്തൊക്കെ ഉണ്ടായിരുന്നു, മങ്കി ഉണ്ടായിരുന്നു. പിന്നെ ഒരു മരം, കുറേ മരമുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ ബേർഡ്സ് ഉണ്ട് വിചാരിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ പോവുമായിരുന്നു. പിന്നെ കുറേ കുറേ സാധനങ്ങളൊക്കെ കാണിച്ചു. നല്ല കൊമ്പില്ലാത്തൊക്കെ മാനുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാതും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അതിൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. കുഞ്ഞുനാളിൽ വന്നതല്ലേ. പിന്നെ ആമുണ്ട്, ടോട്ടോയിസ് കാണുന്നുണ്ടോ? പിന്നെ ഞങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി വീണ്ടും ഇരുന്നൊരു മരത്തിൽ അത് വീണതാ തോന്നുന്നു കേട്ടോ. പിന്നെയും കുറേ പച്ചപ്പും
ഒക്കെ കണ്ട് ഇങ്ങനെ പോവുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ ചിമ്പാൻസിയും ലയണൊക്കെ വരുന്നുണ്ട് കേട്ടോ.